ഒരു സഭയ്ക്ക് മാനസാന്തരം വേണമെന്നോ? അതെന്തു പറ്റിയപ്പോൾ ആ സഭയ്ക്ക്? ഇതേത് സഭയാണെന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച എഫെസസ് സഭയിലുള്ള ചിലരെക്കുറിച്ച് 25-ാം വാക്യത്തിൽ പറയുക, വിരോധികൾക്ക് ദൈവം. ആരാ ഈ വിരോധികൾ? അവിശ്വാസികളല്ല. ഈ വിരോധികളെന്ന് പറയുന്നത് സൺഡേ സർവീസിന് ബൈബിളുമായിട്ട് പോയി പാട്ടും പാടി അന്യഭാഷയും പറഞ്ഞ് ബൈബിളും പഠിച്ചിരിക്കുന്നവരെ അപ്പോസ്തലനായ പൗലോസ് പറയുക, വിരോധികൾക്ക് ദൈവം. അവർക്ക് ഇല്ലാത്തത് സത്യത്തിൻ്റെ പരിജ്ഞാനമില്ല. അവർക്ക് മാനസാന്തരം നൽകുമോ എന്ന്. മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ട് അന്ത്യകാലഘട്ടങ്ങളിൽ. മാനസാന്തരപ്പെടുവാൻ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയാത്തൊരു സമൂഹമായി അന്ത്യകാലം മാറും. സഭകൾ മാറും, വ്യക്തി ജീവിതങ്ങൾ മാറും. മാനസാന്തരം എന്നുള്ളത് ആ അവിശ്വാസികളോടും എല്ലാം പറഞ്ഞാട്ടെ എന്ന് ചിന്ത വരും. ഐ ഡോണ്ട് നീഡ് ടു റിപ്പൻറ്റ് എന്നൊരു ചിന്ത വരുമ്പോൾ ഓർക്കണം, ദാറ്റ് ഈസ് ദ സൈൻ ഓഫ് ലാസ്റ്റ് ഡേയ്സ്. എന്നിട്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 26-ാമത്തെ വാക്യത്തിൽ വേറൊരു പദം ഞാൻ കാണിച്ചു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാനസാന്തരത്തിന് തതുല്യമായിട്ട് 26-ാമത്തെ വാക്യത്തിൽ ഒരു പദം നമ്മൾ കണ്ടു ഇന്നലെ. സുബോധം ഇല്ലാത്തൊരവസ്ഥ അല്ലേ? 26-ാം വാക്യത്തിൽ പിശാചിൻ്റെ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച്. അപ്പം സുബോധം ഇല്ലേ? രക്ഷിക്കപ്പെട്ട ആളാണ്, സ്നാനപ്പെട്ട ആളാണ്. വിവേചിച്ചുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, ചിലർക്ക് മാനസാന്തരം വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് സുബോധമുണ്ടാകണം. പിന്നീട് 2 വാക്കുകളൂടെ ഞാൻ എടുത്ത് കാണിച്ചു. ഒന്ന്, പിശാചിൻ്റെ പിടിപെട്ട് കുടുങ്ങിയവർ എന്ന പദവും, രണ്ടാമതായിട്ട് ആ ട്രാപ്പിലകപ്പെട്ടു. ഇതെല്ലാമാണ് അന്ത്യകാലഘട്ടത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇന്നലെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് ആ സുബോധം എന്നുള്ള വാക്ക് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ആ പദം തന്നെ 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ശുശ്രൂഷകനായ തിമോത്തിയോസിനോട് പറയുന്നത് ശ്രദ്ധിക്കണം. 4:5 നീയോ സകലത്തിലും നിർമ്മതൻ എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഹാവ് സെൻസ്. നിനക്ക് നിർമ്മതരായ ഒരവസ്ഥ ഉണ്ടാകണം. വിശ്വാസികൾക്കും ശുശ്രൂഷകർക്കും ഒരുപോലെ പിടിപെടാവുന്ന വൈറസാണ് സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ. 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ചില ശുശ്രൂഷകർ അന്ത്യകാലഘട്ടത്തിൽ അവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടു ഇരിക്കുകയാണ്. മറ്റുള്ളവരെ വഞ്ചിക്കുകയാണ്, അവർ തന്നെ വഞ്ചിക്കപ്പെട്ടു ഇരിക്കുകയാണ്. സുബോധമില്ലാത്തൊരാൾ ശുശ്രൂഷ ചെയ്താൽ സമൂഹത്തിന് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഹോൾസെയിലായി ഡിസപ്ഷനാകും. അതിനെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിച്ച് ഇന്നലെ കാണിച്ചു. അനേകർ, 10-ൽ 2 പേരല്ല ഈ സുബോധം നഷ്ടപ്പെടുന്നവരായിട്ട് യേശു പറയുന്നത്, പലരും, അനേകർ. മത്തായിയുടെ സുവിശേഷം 24-ലെ അനേക വാക്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. 24-5, 24-11, 24-21 ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ അത് കാണുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സുബോധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസലായ അർത്ഥം വശീകരിക്കപ്പെട്ടു പോകുക എന്നാണ്. ഡിസീവ്ഡായി ഭവിക്കുക. 2-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു ഇന്നലെ. 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഒരു ഫോൾസ് ടീച്ചറായ 2 പേരുണ്ട്, ഹുമന്യോസും ഫിലത്തോസും. അവർക്ക് സുബോധമില്ല എന്ന്. പക്ഷേ ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. എന്തുവാ ബൈബിൾ ക്ലാസ്സിൻ്റെ വിഷയം? പുനരുത്ഥാനം കഴിഞ്ഞു. ഡീപ്പ് റെവലേഷനാണ് പഠിപ്പിക്കുന്നത്. പുനരുത്ഥാനം കഴിഞ്ഞു എന്ന പഠിപ്പിക്കലിലൂടെ ആൾക്കാരെ അവർ ഫ്രീ ചെയ്യുക. ഏതിൽ നിന്ന് ഫ്രീ ചെയ്യുക? There is no sin, there is no guilt. കാരണം ഈ ശരീരം ഉയർക്കുന്നില്ല എങ്കിൽ ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഉയർപ്പില്ല എന്ന് പറഞ്ഞും കൊണ്ട് ആ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ഹുമന്യോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിൽ. ആരുടെ കൂട്ടത്തിൽ? ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ. ആരുടെ കൂട്ടത്തിൽ? സുബോധമില്ലാത്തവരുടെ കൂട്ടത്തിൽ. ആരുടെ കൂട്ടത്തിൽ? വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണവർ. അവർ പഠിപ്പിക്കുന്നത് അവർ സത്യം വിട്ടുതെറ്റി. 25-ാം വാക്യത്തിലും എന്ത് പദം നമ്മൾ കണ്ടു? സത്യത്തിൻ്റെ പരിജ്ഞാനമില്ലാതെ.
പിശാചിൻ്റെ പിടിയിൽപ്പെട്ടാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത് സത്യത്തിൻ്റെ പരിജ്ഞാനം നഷ്ടപ്പെടും. പിന്നെയും ക്ലാസ് എടുക്കും. ഈ ക്ലാസ്സുകളെല്ലാം മനുഷ്യരുടെ കർണരസകരമായ കാതുകൾക്ക് നല്ല രസമായിട്ട് തോന്നും. പക്ഷെ എന്തോ ഇല്ല, സത്യമില്ല. വശീകരിക്കപ്പെട്ട ഒരാളുടെ ലക്ഷണം ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിത്യതയുടെ കാഴ്ചപ്പാടിൽ ആൾക്കാരെ ഒരുക്കാനൊക്കാതെ വണ്ണം ജഡ അഭിലാഷങ്ങൾ കൂട്ടി ഇഹലോകത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ത്രസിപ്പിച്ച് കുറെ കൂടെ ഈ ലോകത്തിൽ ബന്ധിച്ചിടുന്ന ശുശ്രൂഷ. അതാ പൗലോസ് പറയുന്നത്, തിമോത്തിയോസെ നീ ശ്രദ്ധിക്കണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ടോ നിനക്കും ആ ടെംപ്റ്റേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന്? 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നിർബന്ധരായിരിക്കുക എന്ന് പറഞ്ഞതുപോലെ 1:13 നമ്മൾ ഇന്നലെ വായിച്ച. പക്ഷെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. 1:13 എന്താ പൗലോസ് പറയുന്നത്? എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. നീ ആരെ മാതൃകയാക്കരുത്? ഹുമന്യോസിനെയും ഫിലത്തോസിനെയും മാതൃകയാക്കരുത്. നീ ആരെ മാതൃകയാക്കരുത്? വഞ്ചിക്കപ്പെട്ട ചെന്നായ്ക്കളെ നീ മാതൃകയാക്കരുത്. യു ഷുഡ് പ്രീച്ച് ദ റൈറ്റ് ഗോസ്പൽ, ദ ട്രൂ ഗോസ്പൽ, ദോ ഇറ്റ് മേ നോട്ട് അപ്പീൽ ടു ഇയേഴ്സ്. ഇതാണ് സന്ദേശം. 2:15 പിന്നെയും പറയുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പിന്നെയും എന്താ പറയുന്നത്? അവർ പത്യോപദേശം പൊറുക്കാതെ. ആരായി അവർ? ചെന്നായ്ക്കൾ, വശീകരിക്കപ്പെട്ടവർ. അവർ പത്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ. എന്താ പദത്തിൻ്റെ അർത്ഥം? ചിലർ ചിന്തിക്കുന്നത് സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ സൗണ്ടാണെന്ന ശബ്ദം. സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഡോക്ട്രിൻ. നമ്മളൊക്കെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാരല്ലേ? ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, കീറ്റോ ഡയറ്റ് ഉണ്ട്, കാർബ്സ് കട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്, എന്തെല്ലാം പരിപാടികളാ. ഇതുപോലെ അന്ത്യകാലത്തിൽ വചന ശുശ്രൂഷ ഭയങ്കരമായി വിവേചിച്ചോണം. കാരണം എന്തോ വരും? അൺഹെൽത്തി ഡയറ്റ് വരും. പത്യോപദേശം നോക്കിയ 4:3 അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസകരമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, കൂടുതൽ ശാസ്ത്രീയമായിട്ട് എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച്. ഈ ഒത്തിരി ബേൺഡായിട്ടൊക്കെയുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ഈ ബേൺഡായിട്ടുള്ള ഭാഗം ക്യാൻസറസ് ആകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൂടുതലായിട്ട് വൈദ്യശാസ്ത്രം അറിയാവുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ബേൺഡായിട്ടുള്ളത് കഴിക്കല്ലേ. ഇപ്പോൾ ബാർബിക്യോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കറുത്ത അത് പ്രശ്നമാണെന്ന്. ഈ കർണരസകരമായ ഡയറ്റിന് പ്രശ്നമുണ്ടോ? വശീകരിക്കപ്പെട്ട ആൾ പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യമില്ല. എന്നെ നിത്യതയെങ്കിലേക്ക് ഒരുക്കുന്നതല്ല പറയുന്നത്. ഇപ്പം കിട്ടുന്നു, ഇന്ന് കിട്ടുന്നു, ഇന്നത്തെ അവസ്ഥ മാറി, നാളെ. ഇത് മൊത്തം ഈ ലോകത്തിലെ. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ കേൾക്കാൻ നല്ല രുചിയാ. നമ്മൾ ഇച്ചിരി വയറ് നിറഞ്ഞെങ്കിലും ഇനി ഇത് നാളെ കിട്ടിയില്ലല്ലോ, കുറച്ചുകൂടെ തന്നാട്ടെ. ഇത് പ്രശ്നമുണ്ടോ? നമ്മൾ മറ്റേ ആഹാരം കഴിക്കുമ്പം ക്യാൻസർ വരുന്നത് പോലെ അതേ വാക്ക് ഇവിടെ ഉണ്ടോയെന്ന് നോക്കിയാൽ 2:17 അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെയാണ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് എഴുതി വെക്കുമ്പോഴേ നമ്മൾ ഞെട്ടത്തില്ലേ? യോ കർത്താവേ, 4th സ്റ്റേജ്, കീമോ. ഇതിനെക്കാട്ടിൽ അപകടകരമാണെന്ന്. അന്ത്യകാലഘട്ടത്തിൽ വേദി നിറയാൻ പോകുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളാണെന്ന്. ഇതകത്ത് കയറി പിടിച്ചാൽ 1st സ്റ്റേജും 2nd സ്റ്റേജും 3rd സ്റ്റേജും കഴിഞ്ഞാൽ പിന്നെ കീമോ അല്ല, ഉപവാസ പ്രാർത്ഥനയല്ല, കുലുക്കി പ്രാർത്ഥനയല്ല, യാതൊന്ന് ചെയ്താലും ഇത് പോത്തില്ല. അങ്ങനെ പിടിച്ചങ്ങിരിക്കും. ഇത് ശുശ്രൂഷകർക്കുണ്ടാകാം എന്ന് പറഞ്ഞാൽ കുറേ ഇതിനകത്ത് രസിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറാനൊക്കത്തില്ല. അതുപോലെ നമ്മളെ പിടിച്ചിത് കീഴ്പ്പെടുത്തിയിടും.
വിശ്വാസികൾക്കുണ്ടാകാം. ഇതിങ്ങനെ കേട്ട് 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 സത്യം ഏതാണെന്ന് അറിയത്തില്ല. ഇപ്പം സത്യം കേട്ട് കഴിഞ്ഞാൽ അത് അസ്വസ്ഥതയായിട്ട്, ഇത് ഫോൾസ് ഡോക്ടറിനായിട്ട് തോന്നും. സത്യം കേട്ടാൽ, മായം ചേർത്തത് കേട്ടാൽ അത് സന്തോഷിക്കുകയും ചെയ്യും. എന്നിട്ട് വശീകരണത്തിൻ്റെയാണ് ഈ സുബോധമില്ലായ്മ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് ആ പദം, ഈ സുബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളത് 26-ാമത്തെ വാക്യത്തിലെ പദം ഉണ്ടല്ലോ, അവർ സുബോധം പ്രാപിച്ച് വരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സുബോധം ഇല്ല. ഈ പദം സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഭൂതം പിടിച്ച ആൾക്കാരോടാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8:35 ഈ പദം കാണാം. അണ്ടർലൈൻ ചെയ്യണേ. അന്ത്യകാലഘട്ടത്തിൽ സുമുഖരായ സുബോധമില്ലാത്ത ഭൂതങ്ങൾ ഉണ്ടാകും. സുമുഖരാണ്, കൈ ബൈബിളും ഉണ്ട്, ശാന്തരുമാണ്, ഇളകുന്ന ഭൂതമല്ലിത്. പക്ഷേ ടീച്ചിങ് ശ്രദ്ധിച്ചാൽ മതി. നോക്കിയാ 8:35 ആ സംഭവിച്ച് കാണുമ്പോൾ അവർ പുറപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട്. അപ്പം എന്താ പൗലോസ് പറയുന്നത്? 2:25-26 അവർക്ക് സുബോധം വരണം. അവരാരുടെ പിടിയിലാണെന്നാണ് പറയുന്നത്? പിശാചിൻ്റെ. നമുക്കറിയാവുന്ന പിശാചിൻ്റെ പൊസഷൻ എന്തോ മാത്രമാണ്. നമ്മൾക്കറിയാവുന്ന പിശാചിൻ്റെ പൊസഷൻ എന്ന് പറഞ്ഞാൽ തലമുടി അഴിച്ചിട്ടു, തറയിൽ കൂടി ഉരുണ്ടു. ദാറ്റ് ഈസ് ദെയർ. മാനിഫെസ്റ്റേഷൻസ് ആർ ദെയർ. ഭൂതത്തെ പുറത്താക്കി. ഈ ഭൂതമോ കോട്ടിട്ട് വരുന്ന ഭൂതം, കുലുങ്ങുന്നില്ല, ഉരുളുന്നില്ല, പക്ഷെ പിശാചിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുക. വാ തുറക്കുന്ന ഈ സന്ദേശം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. പിശാചിൻ്റെ പിടിയിലാണ് ആള്. സുബോധം ഇല്ല. ഇയാൾക്ക് സുബോധം വരണമെങ്കിൽ എന്തോ സംഭവിക്കണം? ലൂക്കോസിന് സുവിശേഷം 8:35 ഭൂതം പോയ ആൾക്ക് സുബോധം വന്നതുപോലെ പിശാചിൻ്റെ പിടിയിൽപ്പെട്ട ഇയാൾ പിശാചിൽ നിന്ന് വിടുവിക്കപ്പെട്ടാലേ ഹീ വിൽ സ്പീക്ക് സെൻസ്. അല്ലെങ്കിൽ അത് ഭയങ്കര, ഞാൻ പറയുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെയോ ലൈക്കിൻ്റെയോ കാര്യമല്ലെന്ന്. സബ്സ്ക്രൈബേഴ്സോ ലൈക്കിൻ്റെയോ കാര്യമാണെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് വാട്ട് ഈസ് ഹെൽതി, എന്നാൽ ഫുഡ് തന്നെ നോക്കിയാൽ മതി. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാലഡാണോ ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഫുഡാണോ, എവിടെ നോക്കിയാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഫാസ്റ്റ് ഫുഡാണ്. ഇതുപോലെ സബ്സ്ക്രൈബേഴ്സോ ലൈക്കോ നോക്കിയാൽ ഏതാ ഹെൽത്തി എന്നറിയാനൊക്കത്തില്ല. ഇൻഫാക്റ്റ് സബ്സ്ക്രൈബേഴ്സും ലൈക്സും കൂടുന്നതനുസരിച്ച് മറ്റേതാകാനാ സാധ്യത. ഇവിടെ ഒരു പിന്ന് വീണ കേൾക്കാം. ഇപ്പോൾ അത്ര സൈലൻ്റ് ആയിപ്പോയി. പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയുന്ന പോലെ ഒരു പിന്ന് വീണ ഇപ്പം കേട്ടത്. കാരണം തിമോത്തിയോസിനല്ല, ഇത്രയും പറ, തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് നിന്റെ അവസരങ്ങൾ കൂടാൻ പോവാണെന്നാണോ നിന്റെ അവസരം കുറയാൻ പോവാന്നാണോ? നിനക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരം, യു ആർ ഗോയിങ് ടു ഗെറ്റ് മോർ സ്റ്റേജസ് എന്നാണോ പറയുന്നത്, അതോ യു ആർ ഗോയിങ് ടു ലൂസ് ഓപ്പർച്യൂണിറ്റി എന്നാണോ പറയുന്നത്? അയ്യോ, അതിനും നിങ്ങളൊന്നും പറയുന്നില്ല. എന്തേലും പറഞ്ഞാട്ടെ. 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവർ പത്യോപദേശം പൊറുക്കാതെ എന്ന് പറഞ്ഞാൽ അന്ത്യകാലഘട്ടത്തിൽ പത്യോപദേശം പൊറുക്കാതെ കർണരസകമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും അവരെന്ത് ചെയ്യത്തില്ല? സത്യത്തിന് ചെവി കൊടുക്കാതെ. അപ്പൊ അന്ത്യകാലഘട്ടത്തിൽ പെരുക്കും. ആരെ? സത്യം ഉപദേശിക്കുന്നവരെയല്ല. ഈ മറ്റേ സുബോധമില്ലാതെ, സത്യമില്ലാതെ, ട്രൂത്ത് ഇല്ലാതെ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മ നിയോഗമില്ലാതെ, യേശുവിൻ്റെ സത്യമില്ലാതെ, നിത്യതയുടെ കാഴ്ചപ്പാടില്ലാതെ ശുശ്രൂഷിക്കുന്നവരെ പെരുക്കും. കാരണം അതാ എനിക്കിഷ്ടം, അങ്ങനെയുള്ളവരെ മതി. ഇനിയും ഈ 2 തിമോത്തിയോസിൽ അതിൻ്റെ 2 ഇടങ്ങളിൽ ഈ സുബോധം എന്നുള്ള പദം വേറെ വരുന്നതുകൂടെ ഞാൻ കാണിക്കാം. കാരണം നമ്മൾ സാധാരണ ശക്തി അളക്കുന്നത്
ഈ സൗണ്ട് ഡോക്ടറിൻ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ പോലെയാണ്. സൗണ്ട് പലർക്കും സൗണ്ട് ആയിരിക്കുന്ന പോലെ ശക്തി പലർക്കും എന്താ, ശക്തിയുടെ ഒരാൾ ശക്തി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ശക്തി അളക്കുന്നത് ശബ്ദത്തിലോ ആ ശക്തിയോടുള്ള പ്രതികരണം. 1 അധ്യായം 7 വാക്യം ഒന്ന് നോക്കിക്കേ. സുബോധവും ശക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും. വേണ്ട വാക്ക് വന്നു അവിടെ. സുബോധമില്ല, പിശാചിനാൽ പിടിക്കപ്പെട്ടു, പ്രസംഗമുണ്ട്. പക്ഷെ ഈ പ്രസംഗം മുഴുവൻ ആൾക്കാരെ രസിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമാണ്. പൗലോസ് തീമോഥെയോസിനോട് പറയാ, നീ ഭീരുവാകരുത്. എങ്ങനെ ഭീരുവാകരുത്? സത്യം പറയാൻ ഭീരുവാകരുത്. അയ്യോ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ലെന്ന് പറഞ്ഞാൽ യു ഡോണ്ട് വറി അബൌട്ട് യുവർ സ്റ്റേജസ്, യുവർ ഓപ്പർച്യൂണിറ്റീസ്, യുവർ ചർച്ച് മെമ്പർഷിപ്പ്. യു ഡോണ്ട് വറി. ചർച്ചിൽ ആൾക്കാർ കുറയുകയാണെങ്കിൽ ഡോണ്ട് കോംപ്രമൈസ് ദ വേർഡ്. എംപ്റ്റി ചെയർസ് കൂടുന്നതനുസരിച്ച് സ്ട്രാറ്റജി മാറ്റണ്ട, കോംപ്രമൈസ് ചെയ്യണ്ട. നീ ഭീരുവാകരുത് തീമോഥെയോസേ. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നിനക്ക് തന്നിരിക്കുന്നത്. പിന്നെ എന്തിൻ്റെയാ? ശക്തിയുടെ. ഈ ശക്തി എന്തിനാ? സുബോധമുള്ള ശുശ്രൂഷ ചെയ്യാൻ. എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, വിശ്വാസി സമൂഹമേ, നമ്മുടെ മേൽ ശക്തി വ്യാപരിക്കുന്നെങ്കിൽ ഈ ശക്തി നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് സുബോധത്തിലേക്കാണ്. സുബോധമെന്ന് പറഞ്ഞാൽ സത്യത്തിലേക്കാണ്, നിത്യതയിങ്കിലേക്കാണ് നമ്മളെ ഇതുകൊണ്ട് എത്തിക്കേണ്ടത്. ഓരോ പ്രാർത്ഥനയും ഉപവാസവും വചനചിന്തകളും എല്ലാം വിശുദ്ധിയിലേക്കും നിത്യതയുടെ കാഴ്ചപ്പാട് വർദ്ധിക്കുന്നതിലേക്കുമാണ് ഈ സത്യം നടത്തേണ്ടത്. 3:8 നോക്ക് ഈ വാക്ക്. ഈ സുബോധം എന്നുള്ളത് ശക്തിയുമായിട്ട് ബന്ധമുണ്ട്. 3:8 വാക്യത്തിൽ അടുത്ത 2 പേര് മറ്റേ 2:17 കണ്ട പോലെ 2:18 വാക്യത്തിൽ ഹുമന്യോസും ഫിലത്തോസും ആയിരുന്നു. അവർക്ക് ഉപദേശമായിരുന്നു. പക്ഷെ 3:8 അടുത്ത 2 പേര് യന്നേഷും യംബ്രോസും. ഇന്നലെ ഞാൻ സൂചിപ്പിച്ച് വിട്ടതാണിത്. ഇവരുടെ പ്രശ്നം എന്താ? യന്നേഷും യംബ്രോസും പഴയ നിയമത്തിൽ ഇവരുടെ പേരില്ല. പക്ഷേ പുറപ്പാട് പുസ്തകം 7:11 വാക്യത്തിൽ മോശയെ എതിർത്ത് നിന്നവരുടെ കൂട്ടത്തിലെ 2 പേരുടെ പേര് BC 2-ാം നൂറ്റാണ്ടിൽ മിഡ്രാഷ് എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ എഴുത്തുകളിൽ വന്ന പേരാണ്. പഴയ നിയമം നോക്കിയാൽ ഇല്ല. പക്ഷേ യന്നേഷും യംബ്രോസും എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും അറിയാം. അന്ന് മോശയുടെ വടി ഇട്ടപ്പോൾ സർപ്പമായതുപോലെ യന്നേഷും യംബ്രോസിൻ്റെയും കയ്യിൽ വചന ശുശ്രൂഷയല്ല, പിന്നെ എന്തോ ഉണ്ട്? ഒരല്പം ട്രിക്കും മാജിക്കും ഉണ്ട്. ഇച്ചിരി പൊടിക്കൈകൾ ചെയ്യാൻ അറിയാം. അന്ത്യകാലഘട്ടത്തിൽ ഇങ്ങനെ കുറച്ച് പേര് വരും. അവരെന്ത് ചെയ്യും? അവിടെയും നോക്കണം. അവിടെ ഈ സുബോധത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സുബോധം എന്നുള്ള പദം എവിടെയെങ്കിലും ഉണ്ടോ? യന്നേഷും യംബ്രോസും മോശയോട് എതിർത്ത് നിന്നത് പോലെ തന്നെ ഇവരും സത്യത്തോട് മറുതലിക്കുന്നു. അടുത്ത എന്താ? ദുർബുദ്ധികളും. സുബോധം ഉണ്ടോ അവർക്ക്? സുബോധം ഉണ്ടോ? ആ വാക്കില്ലേ, ദുർബുദ്ധികളും. പക്ഷെ ഇവരുടെ ചിന്തയിൽ ഇവരെന്താ? ഭയങ്കര ബുദ്ധിമാന്മാർ. സുബോധമില്ലാത്ത വിശ്വാസികളുടെ ചിന്തയിൽ യന്നേഷും യംബ്രോസും ആരാ? അനോയിന്റഡ് മെൻ ഓഫ് ഗോഡ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദുർബുദ്ധിയാണെന്ന് ഇവന്. പിശാചിനാൽ പിടിക്കപ്പെട്ടവനാണ്, സുബോധമില്ലാത്തവനാണ്, ചെന്നൈയാണ്. അപ്പോൾ ഇത് നോക്കി, ഈ 2 ഇവാലുവേഷനും മാച്ച് ആവുന്നുണ്ടോ? ആള് ഭയങ്കര പ്രസംഗമാണ്. പ്രസംഗം മാത്രമല്ല, അത്ഭുതവും ചെയ്യും. പക്ഷെ ടെസ്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈസ് ദർ ട്രൂത്ത് ഇൻ ദാറ്റ് പേഴ്സൺ? സത്യമുണ്ടോ? സത്യം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തിൻ്റെ കറ തീർന്ന ഉപദേശങ്ങളുണ്ടോ? അതോ കോട്ടി മാറ്റിയ സ്വന്തം ഇഷ്ടങ്ങൾ പെരുക്കുന്ന ദുർവ്യാഖ്യാനങ്ങളിലൂടെ മനുഷ്യൻ്റെ ജഡമനസ്സിനെ ഉണർത്തുന്നതാണോ ഇത്? അതോ ആത്മമനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണോ? അപ്പോൾ സുബോധം എന്നുള്ള ആ പദത്തിൽ ഞാൻ അടുത്തൊരു പദത്തിലേക്ക് മൂവ് ചെയ്യുക കേട്ടോ. സുബോധം എന്നുള്ള ഇത്രയും മതി. അടുത്ത പദം പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവർ. ഇംഗ്ലീഷ് പരിഭാഷയുള്ള ആരെങ്കിലും ഒന്ന്
ആരുടെയോ മുമ്പേ വായിച്ചായിരുന്നല്ലോ സിസ്റ്റർ. ക്യാൻ യു പ്ലീസ് റീഡ് ചാപ്റ്റർ 2, 25 and 26? ഒന്ന് വായിക്കാമോ? Perhaps God may grant them repentance leading to the knowledge of the truth, and they may come to their senses and escape from the snare of the devil. Escaping from the snare of the devil. Escaping from the trap of the devil. പിശാചിൻ്റെ കെണിയിൽ നിന്ന്, പിശാചിനെ പിടിക്കപ്പെട്ടവർ ആ കുടുക്കിൽ നിന്നും രക്ഷപ്പെടണം. അപ്പോൾ ഈ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ മൂലപദം വരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 5:10 ഇതേ പദം കാണുന്ന വേറൊരിടം. ആ ഭൂതം വിട്ടു പോകുന്നെന്ന് പറഞ്ഞ പോലെ ഈ പിശാച് പിടിക്കുക എന്ന് പറഞ്ഞാൽ, കുടുക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ലൂക്കോസ് 5:10 ഞാൻ വായിക്കാം. ശിമോൻ്റെ കൂട്ടാളിയായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവിടം തന്നെ യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കും. ഇതുവരെ ഈ കടലിൽ കൂടി പോയ മത്സ്യത്തെ എര കൊടുത്ത് നീ പിടിച്ചതുപോലെ ജീവനുള്ളതിനെ പിടിക്കുക. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ടു ക്യാച്ച് എ ലൈഫ്. പിശാച് പിടിക്കുന്നത് ആരെയാ? ചത്തു കിടക്കുന്നവരെയല്ല. എലൈവ്, വിശ്വാസിയാ. പക്ഷെ വിശ്വാസിക്ക് എന്തോ ഇല്ല, സത്യത്തിൻ്റെ പരിജ്ഞാനം ഇല്ല. ബൈബിള് വായിക്കത്തില്ല. ആരാണോ പുൾപിറ്റിൽ നിന്നുകൊണ്ട് പറയുന്നത് അതാ ദൈവവാക്യം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 17:11 ബെറോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം എന്താ? പൗലോസിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ അവർ ശോധന ചെയ്യുക, പൗലോസ് പ്രസംഗിച്ചത് കറക്റ്റാണോ അല്ലയോ. ആരുടെ പ്രസംഗം? അങ്ങനെയാണ് ജോ എന്തവാ ഈ പ്രസംഗം നിങ്ങൾ ശോധന ചെയ്യണം പിടിച്ചെന്നിട്ട്, അദ്ദേഹം കറക്റ്റാണോ പറഞ്ഞേ. എൻ്റെ മാത്രമല്ല, ഏത് കേട്ടാലും അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് ആൾക്കാർ ചിന്തിക്കാതെ ഇത് വിഴുങ്ങും. ദേ സ്വോളോ എവ്രിതിങ്. എൻ്റെ ഒരു അധ്യാപകൻ ഇതിനെക്കുറിച്ച് വളരെ രസകരമായിട്ടൊരു കാര്യം, ഒരു സെൻറ്റൻസ് പറയും എപ്പോഴും. ബിലീവേഴ്സ്, വി ബിലീവ് എവ്രിതിങ് ബിക്കോസ് വി ആർ ബിലീവേഴ്സ്. വിശ്വാസികളല്ലേ, വി ബിലീവ് എവ്രിതിങ്. ആരെന്തോ പറഞ്ഞാലും വി ബിലീവ് ബിക്കോസ് വി ആർ ബിലീവേഴ്സ്. ഇത് ഈ മീനെ പോലെ അന്ത്യകാലത്തിൽ ഇങ്ങനെ പോവുക, പക്ഷെ നല്ല ചൂണ്ട വന്നിരിക്കുക. ക്യാച്ചിങ് എ ലൈഫ്. ഓടി നടക്കുന്നവരെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. എഫേസ്യ ലേഖനത്തിൽ നേരത്തെ ഇത് എഴുതിയായിരുന്നു പൗലോസ്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇത് എഫെസസ് സഭയുടെ പ്രശ്നമാണ്. പിശാചിൻ്റെ പിടിയാൽ ക്ലിപ്പിട്ടു. എഫേസ്യ ലേഖനത്തിൽ എവിടെയെങ്കിലും പൗലോസ് എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ? നോക്കി, എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? Then they will no longer be infants, tossed back and forth by the waves and blown here and there by every wind of teaching and by the cunning and craftiness of people in their deceitful scheming. എന്തോ വാക്യമാണത്. ഈ സഭക്കാരോട് പൗലോസ് എഴുതിയതാ നേരത്തെ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനുഷ്യരുടെ ചതിയാൽ, സുബോധം നഷ്ടപ്പെട്ടവരുടെ ചതിയാൽ മാത്രമല്ല അവരുടെ ഉപായത്താൽ. ഈ ചൂണ്ടയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ചൂണ്ടയിട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും ചൂണ്ടയൊന്നും ഇട്ടിട്ടില്ലേ? എനിക്ക് അത്ഭുതമാണല്ലോ. ഉണ്ട്, പുറകിൽ അറ്റ്ലീസ്റ്റ് ടൈറ്റസ് കുറച്ച് പേരെ ഉണ്ടോ? ഓക്കെ, ഞാൻ ചൂണ്ടയിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അയിരു ഗ്രാമത്തിൽ തോട്ടപ്പുറത്തെ തോട്ടിൽ പോയി ചൂണ്ടയിടുക എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കിയൊന്നും ചെയ്യേണ്ട പരിപാടിയല്ല. വളരെ ശാന്തമായി വരയൊക്കെ കോർത്ത് വെയിറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കും, കൊത്തുണ്ടോ. കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയാം, നമുക്ക് മേളിൽ അറിയാം അനങ്ങുന്നുണ്ടോ, പിടിക്കുന്നുണ്ടോ. അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് പിടിക്കുക. ഇതല്ലേ ഈ വാക്യത്തിൽ കാണുന്നത്? ആ ഉപായം ഇത് ആരെയാ പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഉപായവും
കണ്ണിങ്നെസ്സും പ്രയോഗിക്കുന്നത് ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ. ഇതേ ആത്മീയതയിലാണ് ഇത് കൂടുതലും. Some believers grow and become infants. അങ്ങനെ ആരെങ്കിലും മാനുഷികമായിട്ട് we grow and become matured people, adults. പക്ഷേ സ്പിരിച്വാലിറ്റിയിലൊരു പ്രശ്നമുണ്ട്. Some people grow and become infants. നല്ല വെളിപ്പാടും ദർശനമൊക്കെ ഉള്ള ആളായിരുന്നു തുടങ്ങിയപ്പോൾ. പക്ഷെ പിന്നെ വളർന്ന് ശിശുവായി. ശിശുവിൻ്റെ പ്രശ്നം ഏതാ വിലപിടിപ്പുള്ളതെന്ന് അറിയാൻ വലിയ പ്രയാസമാണ്. ശിശുവിനോട് ഡയമണ്ട് ഇവിടെ വെക്ക്, കിറ്റ്കാറ്റ് ഇവിടെ വെക്കുക, അത് ഇതേ എടുക്കത്തുള്ളൂ. കാരണം നോ ഡിസേൺമെൻറ്റ്. ഇതുപോലെ അന്നേ ഈ സഭക്കാരോട് പൗലോസ് പറഞ്ഞു, ഉപദേശത്തിൻ്റെ ഏത് കാറ്റിനാലും അലഞ്ഞുഴലുന്ന ശിശു ആവല്ലേ. ഇവിടെയും രണ്ടിടത്ത് കൊണ്ട് കാല് വെക്കരുത്. ടേക്ക് എ സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്. സത്യത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്ക്. ഇതും രസമാന്ന് പറഞ്ഞ് ഇരിക്കാതെ നന്നേ പറഞ്ഞ. പക്ഷെ ഇത് പിടിക്കുമോ? ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ പിടിക്കാൻ വലിയ പ്രയാസമാണ്. ഇപ്പം കൊളസ്ട്രോൾ ലെവൽ ഇച്ചിരി എൻ്റെ കൂടിയപ്പോൾ ഡോക്ടർ വറുത്തവും പൊരിച്ചതുമായിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ഇത് നോക്കുമോ? വറുത്തവും പൊരിച്ച മണം വരുമ്പോഴേ ഇന്നൂടാട്ട് അല്ലേ, ഒരെണ്ണമാട്ട്. ഈ സ്മെല്ല് തന്നെ ടെംപ്റ്റിംഗ് അല്ലേ? അതുപോലെയാണ് ഇതും. അറിയാം ഇത് ഹെൽത്തി അല്ല, ഇത് പ്രശ്നമാണെന്നൊക്കെ അറിയാം. പക്ഷേ ആ മണം എന്നുള്ളത് ചിലപ്പോൾ ക്രൗഡായിരിക്കും, ചിലപ്പോൾ ഫെലോഷിപ്പായിരിക്കും, ചിലപ്പോൾ ഫുഡായിരിക്കും. നമ്മളെ ഒരു സ്ഥലത്തേക്ക് എന്തോ അട്രാക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ കരിസ്മ ആയിരിക്കും. ചില പറയുന്ന പോലെ പാസ്റ്റർ എനിക്കറിയത്തില്ല ഉപദേശം ഒന്നും, പക്ഷേ പുള്ളി സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ചില പറയുന്ന ഉപദേശമൊന്നും അറിയത്തില്ല, പക്ഷെ പാസ്റ്റർ ഒരു പാട്ട് പാടി കഴിയുമ്പോൾ എനിക്ക് അങ്ങ് റിലീഫാണ്. അത്രയുള്ള ജഡ്ജ്മെൻ്റേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? സുബോധമില്ല, പക്ഷെ ആ സോങ് ഐ ഫീൽ ഗുഡ്. അതൊന്ന് ഓർത്ത് നോക്കിക്കുക. നമ്മളും ചതിക്കപ്പെട്ട് കിടക്കുക. ഈ ചതിയൻ്റെ ചതിവ് അറിയാനും ഒക്കുന്നില്ല. ഈ ക്യാൻസറിൻ്റെ കാര്യം ഭക്ഷിക്കുക അറിഞ്ഞിട്ടും. ഇതെന്തിൻ്റെ ലക്ഷണമാണ്? അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണിത്. എന്നിട്ട് നോക്കണമേ, ഈ ട്രാപ്പ് എന്നുള്ള പദം 4:4 ഇപ്പോൾ പോണ്ട. ഈ ട്രാപ്പ് എന്നുള്ള പദം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഈ പിശാചിൻ്റെ ട്രാപ്പ് എന്നുള്ളത്, എങ്ങനെയാണ് പിശാച് ട്രാപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ പഠിക്കാൻ പോവാ, ഇപ്പോൾ മനസ്സിലാക്കാൻ പോവാ. ആ ചൂണ്ട ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നല്ലൊരു ദൃശ്യ ആവിഷ്കാരമുണ്ട്, നല്ലൊരു ഇലിസ്ട്രേഷനുണ്ട്. 3:6 ഞാൻ വായിക്കാൻ പോയാ. വീടുകളിൽ നൂണ് കടക്കുകയും. അവിടെ ഒരു മിനിറ്റ് നിൽക്കണേ. ഈ നൂണ് കടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്തുവാ? 1-2 ട്രാൻസ്ലേഷനെങ്കിലും നമുക്കൊന്ന് കേൾക്കാം. വായിക്കാമോ? ഇവിടെ ഏതാ? ദേ വിച്ച് ക്രീപ്പ് ഇൻ ടു ഹൗസസ്. വേറെ എന്തെങ്കിലും ട്രാൻസ്ലേഷൻ ഉണ്ടോ? worm their way into. ഇത് എന്തിൻ്റെ പിക്ചറാ? നമ്മുടെ പറഞ്ഞു ആരാണ്ട് കറക്റ്റ്. നമ്മുടെ വീടുകളിൽ ഇവിടെ ഉണ്ടോ പാമ്പ്? ഉണ്ട്. അല്ല, അറിയത്തില്ല, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു പ്രശ്നമുണ്ട്. അൺഇൻവൈറ്റഡ് ഒരു സംഭവം. ഇത് വീട്ടിൽ കയറും. എങ്ങനെയാ കയറുന്നേ? worm their way. സ്ഥലം ഉണ്ടാക്കി ഇതകത്ത് വരും. ഇതിനെക്കുറിച്ചാണ് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം എന്താ അവിടെ പറയുന്നത്? ചിലരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് ലജ്ജാകരമായ രഹസ്യങ്ങളെ പൗലോസിനെ കുറിച്ച് പറയാം, ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ
ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെ, അല്ല, ഈ ഉപായം പ്രയോഗിക്കാതെ എന്ന് പറയുമ്പം ഏതേലും വാക്യം ആരുടെയെങ്കിലും മനസ്സിൽ വന്നോ? പിശാചിൻ്റെ ഒരു പരിപാടിയാണ് ഈ കെണി ഇട്ടിട്ട് ഇങ്ങനെ ഉപായം. ഏത് വാക്യമാണ്? കറക്റ്റാണ്. 2 കൊരിന്ത്യർ 11:3 വാക്യത്തിൽ എന്താ വായിച്ചത്? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയ മനസ്സിൽ, സർപ്പം ഹവ്വായെ ഉപായം കൊണ്ട്. എന്താ ഈ സർപ്പം പറഞ്ഞേ? സർപ്പം പറഞ്ഞ എന്തോ? നല്ല കാര്യമാണോ അഴുക്ക് കാര്യമാണോ? സർപ്പത്തിൻ്റെ ആലോചന കേട്ടാൽ അങ്ങ് തുള്ളിച്ചാടാൻ തോന്നും അല്ലേ? ഇത് തിന്നുന്ന നാളിൽ ദൈവത്തെ പോലാവും. പക്ഷെ സത്യം എന്താ? തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ ഗോസ്പൽ എന്തുവാ? നീ ദൈവത്തെ പോലാകും. പിശാചിൻ്റെ സുവിശേഷം അത്. നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലാകും. ഉപായം പ്രയോഗിച്ചു. ഈ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ പിക്ചർ? ഇങ്ങനെ മരം, ഗാർഡൻ ഓഫ് ഈഡൻ, ഒരു വൃക്ഷം നിൽക്കുന്നു, ആദമും ഹവ്വയും നിൽക്കുന്നു, വലിയൊരു പാമ്പ് വന്ന് നിൽക്കുന്നു. കണ്ടിട്ടില്ലേ സൺഡേ സ്കൂളിൽ? ഇതുപോലെ ഇതിപ്പോൾ ഒരു ഗാർഡൻ ഓഫ് ഈഡനായിട്ടൊന്ന് ചിന്തിച്ചേ. അപ്പം ഈ ഹോളിൽ, അല്ലെ നിങ്ങൾ വരുന്ന ഹോളിൽ എവിടാ പാമ്പ് നിൽക്കുന്നേ? കറക്റ്റാ? സ്റ്റേജുകളിലാണിത്. അതാണ് പ്രശ്നം. ഇന്ന് അടുക്കുന്നൊന്നുമല്ല വരുന്നത്. പൗലോസ് ശുശ്രൂഷകന്മാരെയാ കോൺട്രാസ്റ്റ് ചെയ്യുന്നത് അല്ലേ? പൗലോസ് 4:2 പറയുന്നത്, 2 കൊരിന്ത്യർ 4:2 പറയും, ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തോട് കൂട്ടാതെ എന്ന് പറഞ്ഞാൽ ഇത് വചന ശുശ്രൂഷയിലാണ് ഈ ഉപായം. അന്ന് സർപ്പം ഹവ്വായോട് സുവിശേഷം പറഞ്ഞതുപോലെ, സർപ്പത്തിൻ്റെ വേർഷനിലുള്ള സുവിശേഷം പറഞ്ഞതുപോലെ, ഇന്ന് പുൾപ്പിറ്റിൽ, അന്ത്യകാലത്ത് പുൾപ്പിറ്റിൻ്റെ പുറകിൽ അന്നത്തെ സർപ്പത്തിൻ്റെ അതേ ഇൻസ്പിറേഷനോടെ ഫോൾസ് ഗോസ്പൽ വിളിച്ചു പറയും. അത് വിശ്വസിക്കും, അത് അർബുദവ്യാധി പോലെ പിടിക്കും, നാശത്തിൽ കലാശിക്കുകയും ചെയ്യും. സുബോധമില്ലാത്ത അവസ്ഥയാണ്. 3:6 നോക്കണം. വീടുകളിൽ നൂണ് കടക്കുകയും. ഏദൻ തോട്ടത്തിൽ പാമ്പെഴഞ്ഞതുപോലെ ഇന്നും എഴയുന്നു. ഈ നൂണ് കടക്കുന്നത് 2:26 ബന്ധമുണ്ടല്ലോ. ആരാ ഈ നൂണ് കടക്കാൻ ശ്രമിക്കുന്നത്? പിശാചിനാൽ പിടിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ പൗലോസ് അങ്ങേ അറ്റത്തെ പറഞ്ഞു. നമ്മൾ ഇപ്പം എൻ്റെ വാക്കുകളോ നമ്മുടെ വാക്കുകൾക്കൊക്കെ വളരെ മൃദുലതയെല്ലാം ഉണ്ട്. നമ്മൾ ആരും കൂടുതലൊന്നും പറയുന്നില്ല. പൗലോസ് പറയുന്ന ഒരു വാക്യം പറയാം. 2 കൊരിന്ത്യർ 11:14 വാക്യത്തിൽ, അത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, അത്ര തീവ്രമായ വാക്കുകൾ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഈ സത്യം വിട്ട് തെറ്റി അന്യത ഉപദേശിക്കുന്നവരെ കുറിച്ച് പൗലോസ് 2 കൊരിന്ത്യർ 11:14 പറയുക, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ. നമ്മൾ സാറിന് എല്ലാം ഈ കർത്താവിൻ്റെ വിലേറിയ ദാസൻ. പക്ഷെ ആർക്കും ഉണ്ട് ശുശ്രൂഷകർ? സാത്താനുണ്ട്. ഞാനല്ല പറയുന്നത്, കർത്താവിൻ്റെ വചനം പറയുന്നു, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ. എൻ്റെ ബൈബിൾ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുവാ. ലോർഡ്, ഒരു കാലത്തും അങ്ങനൊരവസ്ഥയിൽ എന്നെ പ്രവേശിപ്പിക്കരുതേ. കൈ ബൈബിളായിരിക്കുന്നത്, പക്ഷെ മേളിന്ന് സ്വർഗം നോക്കുമ്പം പിശാചിൻ്റെ ശുശ്രൂഷക്കാരൻ പോകുന്നു. കാരണം സത്യമല്ല ഇവൻ്റെ നാവിൽ. ഉപായം പ്രയോഗിച്ചുകൊണ്ട് അനേകരുടെ ഹൃദയങ്ങൾ മറിക്കുന്ന, വിശ്വാസം മറിക്കുന്ന വചനം. എന്തൊരു ഭയങ്കരമായ അവസ്ഥ! പൗലോസ് തുറന്ന് പറയല്ലേ. ചിലപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിയുമ്പോൾ ആൾക്കാർ പൗലോസിനെ കുറിച്ച് ചിന്തിക്കുക, അപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ സത്യം. ഭയങ്കര, യു ആർ ടു എക്സ്ക്ലൂസീവ്, യു ആർ ടു ജഡ്ജ്മെൻ്റൽ. പൗലോസിനെ സംബന്ധിച്ച് ഹീ ഡസൻറ്റ് കെയർ. യു നോ വൈ? ബിക്കോസ് ഓഫ് ദ ചർച്ച്. സഭയിൽ ആരും ഇതിനകത്ത് പിടിക്കപ്പെടാതിരിക്കാൻ സ്വന്തമായി പൊക്കുന്നെന്ന് തോന്നിയാലും അപ് ടു യു, ബട്ട് ദിസ് ഇസ് ട്രൂത്ത് എന്ന് പൗലോസ് പറയാം. തുറന്ന് കാണിക്കല്ലേ.
അവരുടെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അപ്പോൾ 2:26 പിശാചിൻ്റെ പിടിയും കുടുക്കും ഒക്കെ 3:6 അവർ വീടുകളിൽ നൂണുകിടക്കും. ശ്രദ്ധിക്കണം എല്ലാവരും. അന്ന് ഏദൻ തോട്ടത്തിൽ ആരായിരുന്നു പിശാചിൻ്റെ ലക്ഷ്യം? ആഡമായിരുന്നോ ഈവായിരുന്നോ? ആഡമായിരുന്നോ ഈവായിരുന്നോ? ആഡം വാസ് വിത്ത് ഈവ്, നോ ഡൗട്ട്. പക്ഷേ കോൺവെർസേഷൻ ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ഈവ് ആൻഡ് സെർപ്പൻറ്റ്. ഇന്ന് പിശാചിൻ്റെ സ്ട്രാറ്റജി മാറിയിട്ടുണ്ടോ? നിങ്ങളെല്ലാം ചിരിക്കോ? ഒന്നും പറയുന്നില്ല. മാറിയിട്ടുണ്ടോ ഇല്ലയോ? മാറിയോ? 3:6 നോക്കിക്കോ. നൂണ് കിടക്കി നാനാമോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന് പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത എൻ്റെ കർത്താവ്. മാറിയില്ല. അപ്പോൾ ഞാൻ ഈ ബൈബിൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം എനിക്കറിയാം, മലയാളത്തിൽ ഇനിയൊരു പരിഭാഷ വരുന്നെങ്കിൽ ആ വാക്ക് അവിടെ കാണാൻ സാധ്യത കുറവാണ്. ആ വാക്കിന് പകരം മോസ്റ്റ് പ്രോബബ്ലി ട്രാൻസ്ലേറ്റേഴ്സ് അവിടെ കഴിയാത്ത മനുഷ്യരെ എന്നാക്കും. കാരണം ഇത് ഭയങ്കര ഒരു ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ പൗലോസ് ഒരു ഡിസ്ക്രിമിനേഷൻ വരുത്തുന്ന ആളല്ല. കാരണം പൗലോസിൻ്റെ ടീമിനകത്ത് തന്നെ ഉണ്ടല്ലോ വിമൻ അപ്പോസിൽസ്. ഹീ ഈസ് നോട്ട് ഡിസ്റെസ്പെക്റ്റിംഗ് ദ എൻറ്റയർ വിമൻ, നോ. ലിഡിയ പോലെയുള്ള ആൾക്കാർ ഫസ്റ്റ് ബിലീവർ, അവരുടെ വീട്ടിൽ സഭ കൂടുന്ന ആള്, വിമൻ അപ്പോസൽസ്, പ്രിസില്ല, ഇവരൊക്കെ പൗലോസിൻ്റെ അല്ലെങ്കിൽ പൗലോസ് ഒരു കാർപ്പറ്റ് ഇത് പറയല്ല. സി ഓൾ വിമൻ ആർ ബാഡ്, നോ, ബൈബിൾ ഇസ് നോട്ട് സെയിങ് ദാറ്റ്. പക്ഷെ ഇവിടെ പറയുന്നത് കുറച്ചുകൂടെ സാധ്യതയുണ്ട്. കാരണം വീക്ക് വിൽഡ് ആണ് അവർ എന്നാണ് ഈ പരിഭാഷയിൽ പറയുന്നത്. ദേ ഫോൾ ഈസിലി. കാരണം ഇപ്പം മദേഴ്സായിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവർ അവരുടെ ആ സ്ട്രഗിളിനകത്ത്, ഇപ്പം ജോലിയുടെ സ്ട്രഗിളാകട്ടെ, കുഞ്ഞുങ്ങളുടെ ഉള്ള ബന്ധത്തിൽ സ്ട്രഗിളാകട്ടെ, അവിടെ ആ വൾണറബിലിറ്റിയെ യൂസ് ചെയ്യും. അത് ഈ നനഞ്ഞ മണ്ണ് പോലെ പെട്ടെന്ന് കണ്ണ് നിറയുന്ന പോലെ ഈ സുബോധമില്ലാത്ത ഈ വിഷം ചീറ്റുമ്പോൾ ഇത് ആ വൾണറബിൾ ആയതുകൊണ്ടാണ്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് വീഴുന്നതല്ല, അറിയാതെ പോയി അങ്ങ് വീഴും. പിശാചിൻ്റെ പിടിയാൽ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കണം, തീമോത്തിയോസിനും ഇതേ ഡേഞ്ചർ ഇല്ലേ? അപ്പം പിന്നെയും ബാലൻസാ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വിമൻ. തിമോത്തി ടു ഈസ് ഇൻ ഡേഞ്ചർ. 10 വർഷം പൗലോസിൻ്റെ കൂടെ നടന്ന ആളോട് പറയുക, നീ സൂക്ഷിച്ചോണം, നീ നിർബന്ധരായിട്ട് സുബോധത്തോടിരിക്കണം, അല്ലേ നീ ഇതിൻ്റെ പിടിയിലാവും, നിൻ്റെ മെസ്സേജസ് മാറും, നിനക്ക് വേദിക്കും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി നീ സാധനം മാറ്റിപ്പിടിക്കും, സാത്താൻ്റെ ശുശ്രൂഷകനായി നീ കാണപ്പെടും. അന്ന് ഏദൻ തോട്ടത്തിൽ ഇറങ്ങിയ സർപ്പൻ്റ് പോലെ നിൻ്റെ അധരങ്ങളിലൂടെ ചീറ്റും ഫോൾസ് ഗോസ്പൽ. അപ്പോൾ തിമോത്തിക്കും ആ ഡേഞ്ചറുണ്ട്. പക്ഷേ കൂടുതലായി ഈ ട്രാപ്പ് 3:6 പറയുക, അവരെഴഞ്ഞു വരും. അപ്പം they wormed their way. Their method was not out in the open. It was secretive and sneaky. അങ്ങനെ ഒരാൾ പറയുന്നത്. പെട്ടെന്ന് ഇത് പിടിക്കാനൊക്കത്തില്ല. പെട്ടെന്ന് പിടിക്കാമെങ്കിൽ ആരാന്നേലും പറയത്തില്ലേ, നോ നോ നോ, ഹീസ് ഫോൾസ്, ഹീസ് ഫോൾസ്. ചിലപ്പോൾ ഇച്ചിരി അത്യാവശ്യം ഹീബ്രുവോ ഗ്രീക്കോ ഒക്കെ പറയും. ഹീബ്രുവും ഗ്രീക്കും പറയുന്ന എല്ലാവരും സത്യമല്ല പറയുന്നത് കേട്ടോ. ഹീബ്രുവും ഗ്രീക്കും പറഞ്ഞുകൊണ്ട് സംഭവം ശരിയാവുന്നില്ല. അല്ലെങ്കിൽ 2 ഹീലിംഗ് നടത്തിയോണ്ട് സംഭവം ശരിയാവുന്നില്ല. അതാ പറഞ്ഞത്, ഇറ്റ്സ് വെരി സ്നീക്കി, സട്ടിൽ. ഡിസപ്ഷൻ ഓഫ് ദി എനിമി ഈസ് വെരി സട്ടിൽ.
അല്ലാതെ ഔട്ട്റൈറ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അതിനു വേണ്ടി ആ അന്ത്യ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, ലോർഡ് ഐ നീഡ് ഡിസേൺമെന്റ്. ഞാൻ പ്രസംഗിക്കുന്നു, യു ഹാവ് ടു പ്രേ, ലോർഡ് ഐ നീഡ് ഡിസേൺമെന്റ്. വാട്ട് ഹി ഈസ് സെയിങ്, ഇസ് ഇറ്റ് ട്രൂ? ഈസ് ഇറ്റ് ഇൻ ലൈൻ വിത്ത് സ്ക്രിപ്ചർ? ഓർ ഹി ഈസ് ജസ്റ്റ് സെയിങ് സംതിങ് ഔട്ട് ഓഫ് ഹിസ് ഫാന്റസി, ഹിസ് തിങ്കിങ്? അതോ വാട്ട് എവർ ഐ എം സെയിങ്, ഈസ് ഇറ്റ് ഗ്രൗണ്ടഡ് ഇൻ സ്ക്രിപ്ചർ? അത് നമുക്ക് ആത്മാർത്ഥ ആഗ്രഹം ഉണ്ടെങ്കിലേ അന്ത്യകാലത്ത് രക്ഷപ്പെടത്തുള്ളൂ. ഇല്ലേ നമ്മൾ പോയി വീഴും. ഇതിനകത്ത് പോയി വീണ് ഒരു കളവ് സത്യമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കും. ആ 3:6 ഒന്നുകൂടെ നോക്കിയേ. സ്വാധീനിക്കുകയും ചെയ്യും എന്ന് ആ 7-ാമത്തെ വാക്യം അവസാനം, പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ. ഞാൻ ആ ഇംഗ്ലീഷ് പരിഭാഷയും കൂടെ ഒന്ന് വായിക്കുകയാണ് കേട്ടോ. 3:6. They are the kind who worm their way into homes and gain control over gullible women, weak-willed women, easily falling women. ഇപ്പം ഇവിടെ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ സമയത്ത് ഇങ്ങനെ എഴഞ്ഞ് വിഴുങ്ങാൻ നടന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അന്ത്യകാലത്ത് ലക്ഷണമായിട്ട് പറയുക, പിശാചിൻ്റെ പിടി എന്ന് പറഞ്ഞാൽ അവർ വീടുകളിൽ നൂണ് കിടക്കും എന്ന് പറഞ്ഞാൽ അവർ വിഴുങ്ങും നിന്നെ. യേശുവിൻ്റെ സമയത്ത് ഇങ്ങനെ വീടുകളിൽ കയറി വിഴുങ്ങാൻ നിന്നാരെങ്കിലും ഉണ്ടോ? കറക്റ്റ്. ആരായിരുന്നെന്നറിയാമോ? അന്നത്തെ ഏറ്റവും വലിയ ആത്മീയർ, പരീശന്മാർ. അവരുടെ പല പരിപാടികളിലെ ഒരു പരിപാടി എന്തുവായിരുന്നെന്നറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 20:47 വാക്യത്തിലുണ്ട്. ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു വാക്യമാണ്, ചിന്തിക്കേണ്ട വാക്യമാണ്. അവർ വിധവമാരുടെ, അപ്പം പിന്നെയും ടാലി ആകുന്നുണ്ട്. ഗാർഡൻ ഓഫ് ഈഡനിൽ ഈവായിരുന്നു, 2 തീമോത്തിയോസിൽ പെണ്ണുങ്ങൾ എന്ന് പറയുന്നു. പരീശന്മാരുടെ ലക്ഷ്യവും ആരായിരുന്നു? വിധവമാർ. കാരണം എന്താ? ദേ ആർ വീക്ക്, ദേ ആർ വൾണറബിൾ. അവരെന്താ ചെയ്യുന്നത്? അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും, നൂണ് കടന്ന് വിഴുങ്ങുകയും, പിന്നെന്താ? ഉപായരു. വേണ്ട, ആ വാക്കും കിട്ടിയല്ലോ. ഏത് വാക്ക്? ഉപായമാ കൈയിരിക്കുന്നത്. ഈ ഉപായം വചനത്തിലൂടാ. അപ്പൊ ഇവരുടെ ഉപായം എന്തായിരുന്നു അറിയോ? ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1st സെഞ്ച്വറിയിലെ 1-ാം നൂറ്റാണ്ടിൽ പരീശന്മാരെ കുറിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, സമയമൊക്കെ അനുവദിക്കുന്നെങ്കിൽ, ക്രെയ്ഗ് കീനർ എന്ന് പറഞ്ഞ ഒരു തിയോളജിയനുണ്ട്. ക്രെയ്ഗ് കീനർ ഒരു പെന്റക്കോസ്റ്റൽ സ്കോളറാണ്. CRAIG, ക്രെയ്ഗ് കീനർ. അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ അവൈലബിൾ ആയിട്ടും വീഡിയോസും ഒക്കെ ഉണ്ട്. അദ്ദേഹം ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ദ കൾച്ചറൽ ഡിക്ഷണറി ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ബുക്കുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. ഇവരെന്താണെന്നറിയാമോ? ഈ പരീശന്മാർ 1-ാം നൂറ്റാണ്ടിൽ ചെന്ന് ചെയ്തത്, വിധവമാരുടെ വീടുകൾ നോക്കും. അന്ന് ഏദൻ തോട്ടത്തിൽ സർപ്പം ഹവ്വായെ ലക്ഷ്യം വെച്ചതുപോലെ, 2 തീമോത്തിയോസിൽ ലക്ഷ്യം വെച്ചതുപോലെ, ഇവർ വിധവമാർ ആ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ 2-3 വീട് സ്പോട്ട് ചെയ്തു. എന്നിട്ട് ഇവരെങ്ങനെയാണ് പോകുന്നത്? ബൈബിളും ഒക്കെ പിടിച്ച് പോയിട്ട് എന്താ പറയുന്നതെന്നറിയാം? ഈ ദിവസങ്ങളിൽ ആൻറ്റിയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് എന്തോ തോന്നും, എന്നെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചല്ലോ. പിന്നെ ആൻറ്റി, ഞാൻ പ്രത്യേകമായിട്ട് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ സീരിയസ് ആയിട്ടൊക്കെയാണ് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന സാധാരണ പ്രാർത്ഥനയൊന്നുമല്ല. ഞാൻ ആൻറ്റിക്ക് വേണ്ടി ഒരു 2 ദിവസം ഉപവസിക്കാൻ തന്നെ ചിന്തിക്കുക. പിന്നെ ആൻറ്റിയുടെ അസറ്റ്സ് ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചേര്, ഞാൻ സൂക്ഷിച്ചോളാം.
ഞാൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്രൈക്കിനർ പറയാ 1-ാം നൂറ്റാണ്ടിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു പരീശന്മാരുടെ ഇത്. ഭക്തിയുടെ വേഷം ധരിച്ചോണ്ട് വിധവമാരുടെ വീട്ടിൽ ചെന്നിട്ട് എന്തോ പറയുന്നേ, യു ഗിവ് മീ യുവർ അസറ്റ്സ്, ഇൻ റിട്ടേൺ ഐ വിൽ പ്രേ ഫോർ യു. ഒന്നും സംഭവിക്കത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, നാളെ ഞാൻ വരാം. ഇത് പറഞ്ഞ് അങ്ങോട്ട് ധൈര്യം കൊടുക്കും. ഈ ആൻറ്റി അലമാരി പോയി ചെക്ക് ബുക്ക് എന്നാ ഇങ്ങെടുത്ത് ചെക്ക് എഴുതുക. കാരണം പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ 1-ാം ചെക്ക്. അടുത്ത ആഴ്ച പിന്നെയും വന്നു, ആൻറ്റി ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഒന്നും വരാനൊത്തില്ല, പിന്നെ ഇന്ന് സമയം കണ്ടെത്തിയാൽ വന്നതാ, എങ്ങനെയുണ്ട്, കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടോ? അന്നും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, പക്ഷെ എന്താ ലക്ഷ്യം? ആൻറ്റി അകത്തോട്ട് പോകുന്നുണ്ടോ ചെക്ക് ബുക്ക് ഇന്ന് എടുക്കാൻ? ഇതാ ലക്ഷ്യം. ഇങ്ങനെ ഈ ആൻറ്റി അവസാനം ആരായി തീർന്നെന്നറിയോ? 20-ാമത്തെ അധ്യായം ലാസ്റ്റ് വാക്യമാണ് ഇപ്പം നമ്മൾ വായിച്ച. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്നു ഉപായ രൂപേണ. 21 അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു ചാപ്റ്റർ ഡിവിഷൻ ഉണ്ട്. അവിടെ ചാപ്റ്റർ ഡിവിഷൻ വരരുതാത്തതായിരുന്നു. 21-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യേശു തല പൊക്കി നോക്കുക, ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ഈ ധനവാന് ധനം എങ്ങനെ കിട്ടി? വിഴുങ്ങിയ പണമായത്. 2-ാം വാക്യത്തിൽ ദരിദ്രയായൊരു വിധവ. ആരാ ഈ വിധവ? പോയില്ലേ കാശെല്ലാം, ചെക്ക് എഴുതി കൊടുത്തില്ലേ? വിധവ വരിക അവിടെ. 2 കാശായി ഇനി ഉള്ളത് ബാക്കി. ഈ നോക്കി, അപ്പൊ എത്രയും സട്ടിൽ ആ ഡിസപ്ഷന് പ്രോണാണ് ആളെന്ന് നോക്കിയേ. ഉള്ളതെല്ലാം കൊടുത്തു, എന്നിട്ട് അവസാന 2 കാശും കൊണ്ട് വന്ന് അത് ഭണ്ഡാരത്തിലിടുക. യേശു ഇത് കണ്ടിട്ട് ഹൃദയം തകർന്നാണ് അടുത്ത വാക്യം പറയുന്നത്. എന്താ അടുത്ത വാക്യത്തിൽ? ഈ ദരിദ്രയായ വിധവ എല്ലാരെക്കാട്ടിലും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട്. ഇത് സാറിന് ഓഫറിങ്ങിനാണ് ഇത് പറയുന്നത്. അതാണ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ. ഇത് ഓഫറിങ്ങിന് പ്രോത്സാഹിപ്പിക്കേണ്ട വാക്യമല്ല. ഇത് പണക്കാരൻ്റെ കൗശലത്തോടുള്ള റെബ്യൂക്കാണ്. ഇല്ലാത്ത പൈസ എല്ലാം വാങ്ങിച്ച് എല്ലാവരും കാണുക കൊടുത്തപ്പോൾ യേശു പറയാ, നീ അല്ല കൊടുത്തത്, ഇവളാ കൊടുത്തത്. റെബ്യൂക്ക എഗൻസ്റ്റ് ദ റിച്ച്. ഇറ്റ്സ് നോട്ട് ആൻ എൻകറേജ്മെന്റ് ദാറ്റ് യു ഗിവ് യുവർ ലാസ്റ്റ് ടു. അതല്ല ഇത്. വാളറ്റ് എടുത്ത് ഏറ്റവും അവസാനത്തെ പൈസയും കൊടുത്തേ, അതല്ല. ഇതെന്ന് പറയുന്നത്, ലുക്ക് അറ്റ് ദിസ് വുമൺ, ദിസ് വിഡോ. ഷീ ഈസ് ഇൻ ദിസ് സ്റ്റേറ്റ് ബിക്കോസ് ഓഫ് ദിസ് റിലീജിയസ് ഹിപ്പോക്രിറ്റ്സ്, ബിക്കോസ് ഓഫ് ദ cunningness of these wolves, because of the people who are deceived themselves. They deceived her. അവിടാണ് യേശു പറയുന്നത്, ഈ ശുശ്രൂഷക നീ അല്ല കൊടുത്തത്, ഈ ദരിദ്രയായവൾ. പ്രിയ ദൈവമക്കളെ, സുബോധം പ്രാപിക്കൂ എന്ന് പറഞ്ഞാൽ ആത്മാവിനാലും വചനത്താലും ഈ 2 കാര്യത്താൽ നടത്തപ്പെടുന്നില്ല എങ്കിൽ we are a good candidate for deception. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോന്നു. കഴിഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുവാണോ? പാമ്പ് പല രൂപത്തിൽ കയറുന്നു, ഇഴയുന്നു, നൂണ് കടക്കുന്നു. ഈ പാമ്പ് ആരാണെന്ന് ചോദിച്ചാൽ ഇത് സത്യമില്ലാത്ത ശുശ്രൂഷയാ. സ്വന്തം കീശ വീർപ്പിക്കുന്ന കൗശലവും ഉപായവുമാ. ശുശ്രൂഷ തുടങ്ങി ഇപ്പൊ പറയാനുള്ളത് എന്തോ ഒരു പൈസയുടെ കഥയാ, കൗശലമാ, ഉപായമാ.
അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ ട്രാപ്പ് എന്നുള്ള വാക്ക്, അതല്ലേ നമ്മൾ ഈ 26-ാമത്തെ വാക്യത്തിൽ പിശാചിനാൽ പിടിപെട്ട് ദേ ഹാവ് ഫോളൻ ഇൻ ടു, 2:26 വായിക്കുന്നത്, ദേ ഹാവ് ഫോളൻ ഇൻ ടു ദ ട്രാപ്പ്, അല്ലേ? ട്രാപ്പ്. ഈ വാക്ക് ട്രാപ്പ് എന്നുള്ള വാക്ക്, ഈ ഇടയ ലേഖനങ്ങൾ പൗലോസ് തീമോത്തിയോസിനോട്, ഇത് ലാസ്റ്റ് ആണല്ലോ, ഇതിനു മുമ്പ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ട്രാപ്പ് ട്രാപ്പ് ട്രാപ്പ്? 1 തീമോത്തിയോസ് 3:7 എന്തോ പറയുന്നത്? നിന്നയിലും പിശാചിൻ്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. ടെസ്റ്റിമണി വേണം, ശുശ്രൂഷകന്മാരുടെ ക്വാളിഫിക്കേഷനിൽ പറയുക. പക്ഷെ നമുക്ക് ഈ 2:26 മനസ്സിലാക്കണ്ടേ? 2 തീമോത്തിയോസ് 2:26 പിശാചിനാൽ പിടിക്കപ്പെടുക, പിശാചിൻ്റെ ട്രാപ്പിനാൽ വരരുത്, അതും നൂണ് കിടക്കുന്നതുമായിട്ട് ബന്ധമുണ്ട്, അത് ഉപായമായിട്ട് ബന്ധമുണ്ട്. അപ്പം ഈ ട്രാപ്പ് എന്തുവാ? ആ പദം 3:7 മാത്രമല്ല, 2:26 മനസ്സിലാക്കാൻ ദ ബെസ്റ്റ് ക്രോസ് റെഫറൻസ് ഈസ് ഇൻ 1 Timothy chapter 6 verse 9. 1 Timotheus 6:9. നിങ്ങളിലെ നോക്കട്ടെ, നിങ്ങളുടെ എത്ര പേരുടെ ബൈബിളിൽ 1 Timotheus 6:9 അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്? ആരുടെയും ബൈബിളിലില്ലേ? എഫേസ്യ ലേഖനം 3 ആ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഒട്ടുമിക്ക ആൾക്കാരിലും കാണും. ഫിലിപ്പിയ ലേഖനം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും, ഒട്ടുമിക്ക ആൾക്കാരുടെയും കാണും. പക്ഷെ ഈ വാക്യത്തിന് എന്തോ പറ്റി? 1 തീമോത്തിയോസ് 6:9 അണ്ടർലൈൻ ഉണ്ടോ? അത് തന്നെ ഓർത്തോണ്ട് അത് കെണിയാണ്, കെണിയിൽ വീണോന്നുള്ളതാണ്. എന്താ 1 തീമോത്തിയോസ് 6:9? ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും. ആരുടെ കെണി? Is it making sense? അവിടെ പറയാ പിശാചിൻ്റെ കെണിയിൽ കുടുങ്ങി. നേരത്തെ പറഞ്ഞു ഈ കെണി എന്തുവാന്ന്, സത്യമില്ല. പിന്നെ എന്തോ ഈ പറയുന്ന മുഴുവൻ ധനത്തിൻ്റെ കാര്യമായി പറയുന്നു. ശുശ്രൂഷ ധനമോഹം കൂട്ടുന്ന 5 ഡിജിറ്റ് 6 ഡിജിറ്റായി മാറുന്നു. സാലറി 6 ഡിജിറ്റ് 7 ഡിജിറ്റായി മാറുന്നു. ഇനി എന്തൊക്കെ കേൾക്കണം? ഇനി നിങ്ങൾക്ക് ആഗ്രഹമുള്ള കിട്ടാൻ പോകുന്ന പൈസയുടെ ടൈത്ത് ഇപ്പോഴേ വിശ്വാസത്താ കൊടുത്തു. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ അതെനിക്ക് അതിശയമാ. ഇവിടെയൊക്കെ അത് വരേണ്ടതാ. ഫെയ്ത്ത് ആക്ട്. വാട്ട് ഈസ് ദ സാലറി ദാറ്റ് യു ആർ ഡിസയറിങ്? ആ മനസ്സിലുള്ള സാലറിയുടെ ടൈത്ത് വിശ്വാസത്തലം കിട്ടും, കയറി അങ്ങ് പിടിക്കും. കാരണം ഇഷ്ടപ്പെട്ടില്ലേ അത്? അതൊരു കെണിയാണ്. ഇതാരായി പറയുന്നത്? അഭിഷക്ത ശുശ്രൂഷകൻ. എന്തുവാ ശുശ്രൂഷകൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ? പണക്കൊതി കൂട്ടുക. ഞാൻ രാവിലെ ഓർപ്പിച്ച പോലെ അത്യാവശ്യം നല്ല വീട്ടിൽ താമസിക്കുന്ന, സ്വസ്ഥമായിട്ട് താമസിക്കുന്ന ആളോട് ചെന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഒരു അസ്വസ്ഥതയൊക്കെ പെട്ട്, ബ്രദറെ നിങ്ങൾ ഈ വീട് മാറും കേട്ടോ. അവർ ഹസ്ബൻഡും വൈഫോട്, പക്ഷേ എന്ത്, കർത്താവ് ഈ 2023 ഒരു വിശാലത നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് സന്തോഷമായി ഇറങ്ങിപ്പോയി. അന്ന് പോയതാ സമാധാനം. അന്ന് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, സന്തോഷമായിട്ടാണ് വീട്ടിൽ താമസിച്ച 2 പേരാണ്. അന്ന് മുതൽ തുടങ്ങി എവിടെ ലോൺ അപ്ലൈ ചെയ്താൽ കിട്ടും, വാഗ്ദത്തം കിടക്കുമല്ലേ, കൊത്തിയില്ലേ, ആ വന്നതിൽ കയറി അങ്ങ് പിടിച്ചു. ഡെറാഡൂണിൽ ഒരു സ്ഥലത്ത്
ഞാൻ ഇങ്ങനെ ഒരു സന്ദേശം പറഞ്ഞ് അവസാനം ഒരു ഓൾട്ടർ കോൾ കൊടുത്തു. ഒരു സഹോദരി എനിക്ക് സാക്ഷ്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞ് പാസ്റ്ററോട് ചോദിച്ചു. സാക്ഷ്യം പറഞ്ഞു. എന്തായിരുന്നെന്നറിയാമോ സാക്ഷ്യം? വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പല തീരുമാനങ്ങൾ എടുത്തു. എൻ്റെ ഇപ്പോഴത്തെ വീട് മാറി ഒരു ചെറിയ വീട്ടിലോട്ട് മാറാൻ തീരുമാനമെടുത്തു. എൻ്റെ വണ്ടി വിൽക്കാനും തീരുമാനമെടുത്തു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തു, ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കണ്ട. നിനക്കൊക്കുന്നത് ഇതിനെക്കാട്ടി ചെറിയൊരു വീടാണെങ്കിൽ മൂവ് ടു എ സ്മോളർ ഹൗസ്. ഇറ്റ് ഈസ് ഓക്കെ. അറ്റ് ദ റൈറ്റ് ടൈം ഗോഡ് വിൽ ഗിവ് യു. പരിശുദ്ധാത്മാവ് അകത്ത് വ്യാപരിച്ച് ആൾ എഴുന്നേറ്റ് ഇന്ന് പറയുക, ഞാൻ മണ്ടത്തരം കാണിച്ച ഒരു വലിയ വീട്ടിൽ പോയി ദൈവമുണ്ടെന്ന് പറഞ്ഞു. ബട്ട് ഐ ഡിസൈഡഡ് ഐ വാണ്ട് ടു മൂവ് ടു എ സ്മോളർ ഹൗസ്. ഈ വണ്ടി, ഞാൻ വന്ന വണ്ടി ക്രെഡിറ്റിൽ EMI എടുത്ത് ഐ എം നോട്ട് ഏബിൾ ടു പേ എന്ന് പറഞ്ഞാൽ 10,000 രൂപ ശമ്പളമുള്ള ആൾ 20,000 കമ്മിറ്റ്മെൻറ്റ് ചെയ്തിരിക്കുക ബിക്കോസ് ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി, ലെറ്റ് മീ ലിവ് വിത്ത് വാട്ട് ഐ ഹാവ്. ഇതാ പ്രിയ ദൈവമക്കളെ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവൃത്തി. അല്ല, ഹോളി സ്പിരിറ്റിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തള്ളി നമ്മളെ മറ്റേതിലോട്ട് ഇടുന്നതല്ല. ഇത് ഞാൻ എന്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ 1 തീമോഥെയോസ് 6:9 വെളിച്ചത്തിലാണ്. ട്രാപ്പ്, പിശാച് എങ്ങനെയാ പിടിക്കുന്നത്? എവിടാ പിടിക്കുന്നത്? ധനികരാകാൻ ആഗ്രഹിക്കുന്നവർ. പിന്നെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ എന്താ? ലിവ് വിത്ത് കണ്ടെന്റ്മെന്റ്. ഉള്ളതിൽ തൃപ്തിപ്പെടാനാണ് ആത്മശക്തി. പക്ഷേ ചെന്നായ്ക്കൾ, സുബോധമില്ലാത്തവർ തൃപ്തിപ്പെടുത്തുവോ? തൃപ്തിപ്പെട്ടിരിക്കുന്നവരെയും ഇളക്കും. പുഷ് ചെയ്ത് വിടുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഈ കെണിയിൽ വന്ന് വീഴും. പിന്നെ ഇത് ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. പിന്നെ ഇത് കേൾക്കണം, എനിക്കിഷ്ടം, അല്ലെങ്കിൽ വല്ല പ്രഷറുണ്ടാവും. രാത്രി കിടന്ന സമയത്ത് ആങ്സൈറ്റിയോ വല്ലതും വന്ന് ഹാർട്ടിനൊരു പാസ്റ്ററെ വിളി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു ദൂതൂടെ കേട്ടാൽ ഒരാഴ്ചയും കൂടെ നിൽക്കാം. അങ്ങനെ ഒരു ലെവലിൽ വരും. അന്ത്യകാലത്തെ ഇതുണ്ടാകുമെന്നുള്ളത് അല്ല, നിങ്ങളെല്ലാം അവയ്ക്കാന്നോ? ഓ, അന്ത്യകാലത്ത് ഇത് വരുമെന്നുള്ളത് പത്രോസ് പറഞ്ഞായിരുന്നോ? ഇങ്ങനൊരു കണി. 2 പത്രോസ് 3:4 വാക്യം എന്താ പറയുന്നേ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ഈ ദേശത്തുള്ള പ്രിയ ദൈവമക്കളെ, അന്ത്യകാലത്തിൻ്റെ ലക്ഷണം പിശാച് ക്ലിപ്പിടുക ആൾക്കാരെ. എന്തിലും ചോദിച്ചാൽ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം സത്യമില്ലാതെ വചനത്തിൻ്റെ വികലമായ വ്യാഖ്യാനങ്ങളിലൂടെ ആളിനെ ഇളക്കും. ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് മീ. എനിക്ക് ആ 3-ാം അധ്യായം 6-ാം വാക്യത്തിലെ ആ ഗ്രൂപ്പിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? മറ്റാരും വീട്ടിൽ കയറ്റാതിരുന്നപ്പോൾ ഇവരെന്തു ചെയ്തു? ചിലരുണ്ടല്ലോ, മീറ്റിംഗ് 10 മണി മുതൽ 12 മണി വരെ, 11:45 ഇറങ്ങിപ്പോയേക്കാം. കാരണം ആരും എൻ്റെ വണ്ടിയിലും കയറണ്ട, ആരും എൻ്റെ വീട്ടിലും വരണ്ട. പക്ഷെ 2 തീമോഥെയോസ് 3:6 വാക്യത്തിലെ ആളുകൾ എന്ത് ചെയ്തവർ? അവർ വീടുകളിൽ കയറ്റിയത് മാത്രമല്ല, അവർക്ക് എന്തിൻ്റെ ആഗ്രഹമുണ്ട്? ആ വാക്യം നോക്കിയിട്ടൊന്ന് പറഞ്ഞേ നിങ്ങൾക്ക്. അവർക്ക് പൈസയ്ക്കുള്ള ആഗ്രഹമാണോ ഉള്ളത്, അതോ വേറെ ഒരു ആഗ്രഹം അവർക്കുണ്ടോ? പൈസയ്ക്കുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം നാനാ മോഹങ്ങൾ എന്നുള്ളത് അവിടെ ഉണ്ട്. നാനാ പാപമുണ്ട്. പാപങ്ങൾ ചുമന്ന് നാനാ മോഹങ്ങൾക്ക് അധീനമായി. പക്ഷെ ഒരു നല്ല ഗുണമുണ്ട്. നല്ല ഗുണം എന്താന്ന് നോക്കിയേ, പഠിക്കാൻ താല്പര്യമുണ്ട്. എപ്പോഴും പഠിത്തമാണ്. ഇപ്പം ട്രാഫിക് ജാമോ വല്ലതും ആയിക്കഴിഞ്ഞാൽ, അച്ഛാ വല്ല പ്രസംഗം ഇപ്പം പ്രസംഗം കേൾക്കാം. നല്ല ഗുണമല്ലേ?
പക്ഷെ എന്താ അകത്തിരിക്കുന്ന മുഴുവൻ? മോഹം. മോഹം. എപ്പോഴും പഠിക്കുന്നത് എവിടെ വരണം? ഈ മോഹങ്ങളും സ്വന്തം മോഹങ്ങളും നാനാമോഹങ്ങളും. അല്ലാത്ത പ്രസംഗമാണ് എന്തോ പറയും, ഇസ്കങ്ങ് മാറ്റിയല്ലേ, കാരണം ഇതെന്തോ ചെയ്യുന്നു, വിശ്വാസം ചോർത്തുന്നു. കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ളവരെ വല്ലതും? സത്യമാണ് കേൾക്കുന്നതെങ്കിൽ അസ്വസ്ഥതപ്പെടും. ചിലർ പൊതുവെ വചനത്തോട് അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. വർഷിപ്പ് ടൈം, ഈ പാട്ടിൻ്റെ സമയത്ത് അങ്ങനെയുള്ളവർ പഠനം പറയുന്നത് ഭയങ്കര ആക്റ്റീവായിരിക്കും. ഞാൻ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ആ സമയത്ത് ആ ഒരു കീബോർഡും എല്ലാം അവിടെ ഭയങ്കര സന്തോഷമാണ്. വചനം അങ്ങോട്ട് തുടങ്ങിക്കോ അവർ ഡിസ്ട്രാക്റ്റഡ് ആവും. അവരിങ്ങനെ ഒന്ന് നോക്കും, അങ്ങനെ ഒന്ന് നോക്കും, കാലിട്ടൊന്ന് ഇതാക്കും, ആകെ അങ്ങ് ഒരു അസ്വസ്ഥതയാണ്. പക്ഷേ ഇവര് ഈ 3-6 അങ്ങനെയല്ല. അവരൊന്ന് ഇരിക്കും. എങ്ങനെ ഇരിക്കും? പഠിച്ചേക്കാം, ബൈബിളൊക്കെ വെച്ചൊന്ന് ഇരിക്കും. പക്ഷേ വരുന്നത് സത്യമാണെങ്കിൽ എന്തോ പറ്റും? ഇത്ര സമയം കൂടെ ഉണ്ട്, ഇനി ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ വരുന്നത് മറ്റേ സാധനമാണല്ലോ. എൻ്റെ മോഹങ്ങളെ സാധൂകരിച്ച് നാനാ മോഹങ്ങളിലോട്ട് തള്ളുന്നതാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്ന മാത്രമല്ല, വേണേ ചാക്കോ പാസ്റ്ററോട് ഒരു അരമണിക്കൂറുടെ കൂട്ടിക്കൊടുക്കാൻ ഒക്കുമോ? രസമുണ്ട് കേട്ടിട്ട്. മനസ്സിലാവുന്നുണ്ടോ? റെസ്പോൺസ് കാണുമ്പോൾ അറിയാം. ഇഫ് ഐ ലൈക്ക് ഇറ്റ്, ഇഫ് ഇറ്റ്സ് അബൌട്ട് മീ, ഐ വാണ്ട് ടു ഹിയർ ഇറ്റ്. എപ്പോഴും പഠിച്ചിട്ട് എന്തോ പഠിക്കുന്നില്ല, സത്യത്തിൻ്റെ പരിജ്ഞാനം ഇല്ല. കാരണം അത് കേൾക്കുമ്പോഴേ അസ്വസ്ഥയാവും. അത് കേൾക്കുമ്പോഴേ പിന്നെ ആൾ ഡിസ്ട്രാക്റ്റഡും ആകെ അങ്ങ് അപ്സെറ്റായി മാറും. ഇത് തന്നെയല്ലേ ആ 4-ാമത്തെ അധ്യായത്തിൽ പിന്നെയും പറയുന്നത്. 4-ാം അധ്യായം നമ്മൾ മുമ്പേ 3-ാമത്തെ വാക്യമാണ് വായിച്ചു. പക്ഷെ 4-ന്റെ 2 ശ്രദ്ധിക്കണം. അതുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 4-ന്റെ 2 പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത് എന്താ? ഒത്തിരി പഠിച്ചിട്ടും പഠിക്കാത്തവരുണ്ട്, പക്ഷെ നീ എന്ത് ചെയ്യണം? യു പ്രീച്ച് ദ ഗോസ്പൽ. വചനം പ്രസംഗിക്കണം. എന്ന് പറഞ്ഞാൽ സത്യം പ്രസംഗിക്കണം. എന്തോ പ്രസംഗിക്കരുത്? നാനാമോഹങ്ങൾ ഉണർത്തുന്നത് പ്രസംഗിക്കരുത്. പ്രീച്ച് ദ വേർഡ്. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നീ നിൽക്കണം. ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ എന്തോ ചെയ്യണം? ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷേ മറ്റേതിനകത്ത് ഇത് വല്ലതും ഉണ്ടോ? ശാസനം വല്ലതും ഉണ്ടോ? ശാസനമെല്ലാം സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആള് ഡിസ്റ്റർബ്ഡ് ആവും. ആളിന് വേണ്ടിയത് മുഴുവൻ ഐ ഫീൽ ഗുഡ്, ഐ ഫീൽ ഗുഡ്, ഐ ഫീൽ ഗുഡ്. പക്ഷെ പൗലോസ് തീമോത്തിയോസിനോട് പറയും, യഥാർത്ഥ വചനപ്രസംഗത്തിൽ എന്തോ വേണം? ശാസന, പ്രബോധനം, തർജ്ജനം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ തിരുവചനത്തിൻ്റെ ഉദ്ദേശം എന്താ? എല്ലാ തിരുവഴുത്തും ദൈവശ്വാസികമാ. ഇത് എന്തിനുള്ളതാ? 16-ാമത്തെ വാക്യത്തിൽ 3-ാം അധ്യായത്തിലുണ്ടല്ലോ, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും, നാനാമോഹങ്ങൾക്കല്ല, സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശിക്കാനുള്ളതായത്. ഉപദേശം മാത്രമല്ല, ശാസിക്കാനുള്ളതായത്. ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും. അപ്പം സത്യമാണോ അല്ലയോ വരുന്നതെന്നുള്ളത് എങ്ങനെ അറിയാം? അതിനകത്ത് ശാസനയുണ്ടോ? അതിനകത്ത് ഗുണീകരണമുണ്ടോ? നീതിയിലെ അഭ്യസനത്തിന് ഉതകുന്നതാണോ ഈ പറയുന്നത്? അതോ നാനാമോഹങ്ങൾ, സ്വന്തം മോഹങ്ങൾ ചീർപ്പിക്കുന്നതാണോ ഈ പറയുന്നത്? അവിടെ അറിയാം തല്ലിക്കൊല്ലേണ്ട സർപ്പമാണോ ഇത്, അതോ യഥാർത്ഥ ശുശ്രൂഷകരാണോ? പക്ഷെ വന്നെത്തിരിക്കുന്ന കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അന്ത്യകാലത്തിൽ തല്ലിക്കൊല്ലുന്നത് പാമ്പിനെ അല്ലായിരിക്കും. പിന്നെ ആരെയാ തല്ലിക്കൊല്ലാൻ പോകുന്നത്? സത്യം പറയുന്നവനെ തല്ലിക്കൊല്ലും. അതാ പ്രിസണിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുന്നത്, എൻ്റെ തല പോകാറായി,
പക്ഷെ ഈ കള്ളം പറഞ്ഞ് പോകുന്നവരുടെ തല പോകുമോ? പോകത്തില്ല. കാരണം ആൾക്കാർക്ക് ഡിസേൺമെൻ്റ് ഇല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അന്ത്യകാലത്തിൻ്റെ ലക്ഷണം സത്യമേതാ കള്ളമേതാന്നറിയത്തില്ല. സത്യം പറയുന്നവനെ തല്ലിക്കൊല്ലും, പാമ്പിനെയോ ഇച്ചിരിയും കൂടെ കൊടുത്ത് നല്ല കൊഴുപ്പിച്ച പാമ്പാക്കി മാറ്റും. ഈ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. 2023 ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം നമ്മളാരുടെ ആരെങ്കിലും പറയുക, ബെഡ്റൂമിലോട്ട് കാണിച്ചതേ ഈ 2 ദിവസം മുമ്പേ ഒരു മൂർക്കം പാമ്പ് പോയായിരുന്നു, നിങ്ങൾ ആ മുറി കിടക്കുമോ? കിടക്കുകയാണെങ്കിൽ തന്നെ എന്തോ ചെയ്യും? രാത്രി കുറച്ചു നേരം ഒന്ന് എഴുന്നേറ്റിരുന്ന് അത്രയൊന്ന് കേട്ടാൽ മതി. അല്ലെ ഒരു പടം പൊഴിച്ച് അവിടെ ജനലേലെങ്ങാണ്ട് എന്തോ നമ്മൾ പിന്നെ കിടന്നുറങ്ങുമോ? പടം പൊഴിച്ചു പാമ്പോ ഇതുവഴിയോ? അപ്പോഴത്തേന് വടിയെടുക്കുന്നു, മണ്ണെണ്ണ ഒഴിക്കുന്നു, എന്തൊക്കെ പ്രശ്നമാ. പക്ഷെ അറിഞ്ഞോ, വീടിനകത്ത് വന്നായിരുന്നെന്ന്, ഇത് തലയിലിരിക്കുകയാണെന്ന്. എൻ്റെ ജോലി, എൻ്റെ ലാഭം, എൻ്റെ വീട്, എൻ്റെ വണ്ടി, എൻ്റെ ബാങ്ക്, ഇതേ ഉള്ളൂ. ദിസ് വേൾഡ്, ഈ ലോകത്തിൽ കിട്ടുന്ന ലാഭമേ ഉള്ളൂ തലയിൽ. ഇതാര് പറഞ്ഞെന്ന് ചോദിച്ചാൽ, സത്യം പറയേണ്ടവർ കള്ള അപ്പോസ്തോലന്മാരായി സാത്താൻ്റെ ശുശ്രൂഷകരായി വീക്ക് വിൽഡ് വിമനെ കീഴ്പ്പെടുത്തി ചെയ്ത പരിപാടിയാണ്. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, ഇങ്ങനെയുള്ള വീട്ടിലെ ശുശ്രൂഷയ്ക്ക് നിൽക്കാതെ നീ പുൾപിറ്റിൽ വചനം പ്രസംഗിക്കണം. അങ്ങനൊരു സമൂഹമായി ദൈവം നമ്മളെ മാറ്റട്ടെ. യഥാർത്ഥ വചനം മനസ്സിലാക്കുന്ന സമൂഹമായി. ആ സത്യവചനത്തിൻ്റെ ശാസന തലക്കെണ്ണയാണെന്ന് എന്ന് പറഞ്ഞാൽ, ഒരു ശാസന വരുന്ന സമയത്ത് കുറച്ചുകൂടെ നിത്യതയെങ്കിലേക്ക് പോകാൻ ഇത് സഹായമാണെങ്കിൽ പ്ലീസ് ഗിവ് മോർ, പ്ലീസ് ഗിവ്. അങ്ങനൊരു സുബോധമുള്ള സമൂഹമായി നമ്മൾ മാറണം. സുബോധമുള്ള ശുശ്രൂഷകരായി പുൾപിറ്റിന് പുറകെ നിൽക്കുന്നവർ മാറണം. അവിടാണ് റെംനൻ്റായി വേറിട്ടൊരു കൂട്ടമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ശുഭ്രമായ നിഷ്കളങ്കമായ തേജസ്സുള്ള ആ മണവാട്ടിയായി നമ്മൾ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ കറപുരണ്ട തുണിയുമായിട്ട് നമ്മൾ നിൽക്കും. യേശു മണവാളൻ എന്ന് പാടും, പക്ഷെ കറ കാണും, ഉറങ്ങുന്നവരായി കാണപ്പെടും. അങ്ങനെ കർത്താവിൻ്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകാതെ ഈ വചന ശുശ്രൂഷയിലൂടെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവ് ദാസൻ മുമ്പിലേക്ക് കടന്നു വരും.